ഇന്ത്യൻ എയർഫോഴ്സ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ലയെ ഇന്ത്യ-യുഎസ് ദൗത്യത്തിന്റെ പ്രധാന ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുത്തതായി ഓഗസ്റ്റ് 5-നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചു. ISRO നാസ സംയുക്ത ശ്രമത്തിന്റെ ലക്ഷ്യത്തിനായി ISSലേക്കുള്ള അതിന്റെ വരാനിരിക്കുന്ന ആക്സിയം 4 ദൗത്യത്തിനായി ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ നാസ തിരിച്ചറിഞ്ഞ ദാതാക്കളായ ആക്സിയം സ്പേസുമായി ബഹിരാകാശ പറക്കൽ കരാറിൽ ഏർപ്പെട്ടതായി ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി അറിയിച്ചു. ഒരു ദേശീയ മിഷൻ അസൈൻമെന്റ് ബോർഡ് ഈ ദൗത്യത്തിനായി 2 ഗഗൻയാത്രികരെ പ്രൈമും ബാക്കപ്പ് മിഷൻ പൈലറ്റുമായി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല, പ്രൈം, ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ബാക്കപ്പ് എന്നിവരും ഉൾപ്പെടുന്നു. ദൗത്യത്തിനിടയിൽ ഗഗൻയാത്രി ISSൽ തിരഞ്ഞെടുത്ത ശാസ്ത്ര ഗവേഷണവും സാങ്കേതിക പ്രദർശന പരീക്ഷണങ്ങളും ഏറ്റെടുക്കുകയും ബഹിരാകാശ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. ഈ ദൗത്യത്തിനിടെ ലഭിച്ച അനുഭവങ്ങൾ ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാമിന് ഗുണകരമാകുകയും ISROയും നാസയും തമ്മിലുള്ള മനുഷ്യ ബഹിരാകാശ യാത്രാ സഹകരണം ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഗഗൻയാൻ ദൗത്യം ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയാണ്. ഇതിനായി വിവിധ ISRO കേന്ദ്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നു. ഗഗൻയാൻ ദൗത്യത്തിൽ മനുഷ്യന്റെ സുരക്ഷയ്ക്ക് പരമപ്രധാനമാണ്. ഇത് ഉറപ്പാക്കുന്നതിന് എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളും മനുഷ്യ കേന്ദ്രീകൃത സംവിധാനങ്ങളും അടങ്ങുന്ന വിവിധ പുതിയ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുകയും യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. 2035ഓടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കാനും 2040ഓടെ ആദ്യത്തെ ഇന്ത്യക്കാരനെ ചന്ദ്രനിലേക്ക് അയക്കാനുമാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.